കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ ഇപ്പോൾ പുസ്തക പരിചയം. ഇന്നത്തെ പുസ്തക പരിചയത്തിൽ ശ്രീ ജോസ് ആൻ്റണി കുരീപ്പുഴ രചിച്ച അറ്റ് 8 എന്ന നോവൽ ശ്രീമതി മെറീന സ്റ്റീഫൻ അവതരിപ്പിക്കുന്നു. സാക്ഷാത്കാരം ആശ്രാമ ഭാസി ഗോപൻ നീരാവിൽ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. പ്രിയ ശ്രോതാക്കൾക്ക് പുസ്തക പരിചയത്തിലേക്ക് സ്വാഗതം. ഞാൻ മെറീന സ്റ്റീഫൻ. ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം ശ്രീ ജോസ് ആൻ്റണി കുരീപ്പുഴ എഴുതിയ അറ്റ് 8 എന്ന നോവൽ. നഷ്ടപ്പെട്ടു പോയ അഷ്ടമുടിക്കായലിൻ്റെ ഗതകാല കാഴ്ചകളും സമകാലിക കാഴ്ചകളും ഒരു കഥാപാത്രമായി ഓരോ അധ്യായങ്ങളിലും കായൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന അത്യപൂർവ സൃഷ്ടി എന്ന് അറ്റ് 8 എന്ന നോവലിനെ പറയാം. പ്രകൃതിയെ, അഷ്ടമുടി കായലിനെ ചൂഷണം ചെയ്യുന്നതിന് എതിരെ പ്രതിരോധമായി, കാലാതീതമായി അറ്റ് 8 എന്ന നോവൽ നിലകൊള്ളും എന്നതിൽ സംശയമില്ല. കാടും കടലും പുഴയും കായലും മലകളും തമ്മിലുള്ള അദൃശ്യബന്ധം വിളിച്ചോതി മനുഷ്യർ പ്രകൃതിയോട് കാട്ടുന്ന ക്രൂരതകൾക്കുള്ള പരിദേവനമായി ഈ നോവൽ പല സ്ഥലത്തും മാറുന്നുണ്ട്. കായലിനെ ഒരുപാട് ചൂണ്ടക്കൊളുത്തുകൾ ഹൃദയത്തിൽ തറഞ്ഞു കയറി പിടിക്കപ്പെട്ട് കരയിൽ കിടന്ന് പിടയുന്ന മത്സ്യമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രകൃതിയിലെ ഓരോന്നിനുമുള്ള അവകാശം, സ്വാതന്ത്ര്യം ഒക്കെ ചൂണ്ടിക്കാട്ടി അഷ്ടമുടി അന്നമൂട്ടിയ പഴയ നാളുകൾ ഒരു സമൂഹത്തിൻ്റെ ഒത്തൊരുമയുടെയും ശക്തിയുടെയും പ്രതീകമായി അവതരിപ്പിച്ചുകൊണ്ടാണ് നോവൽ ആരംഭിക്കുന്നത്. പ്രകൃതിയിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ദൈനംദിന കാഴ്ചകളെ അതിമനോഹരമായി സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഒരു നല്ല നിരീക്ഷകനായി എഴുത്തുകാരൻ മാറുന്നുണ്ട്. ഓരോന്നും ഹൃദയഹാരിയായി തന്നെ വരച്ചു ചേർക്കുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട്. ഗ്രാമീണ സൗന്ദര്യം മൊത്തം വാക്കുകൾ കൊണ്ട് ഒപ്പിയെടുത്തിരിക്കുന്നു. ചിരപരിചിതമായ ജീവിത പരിസരങ്ങൾ, ഓരോ വ്യക്തികളുടെയും പേര് പോലും നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നമുക്ക് ചുറ്റുമുള്ളവരും നാം കണ്ട ജീവിതങ്ങളും തന്നെയാണ് ഈ നോവൽ. ജീവിതഗന്ധിയായ ഈ നോവലിൽ വിവിധതരം മത്സ്യങ്ങളും പാചകക്കൂട്ടുകളും നാടൻ പാചകങ്ങളും, മീൻസൂപ്പ്, നെയ്ച്ചൂടപ്പീര, മുളങ്കുറ്റിയിലെ പുട്ട്, ഏത്തയ്ക്ക കൊതപ്പിച്ചത്, കരിപ്പട്ടിക്കാപ്പി, ഒഴിച്ചുകറി, ഓട്ടുപുളി, റേഷനരിയും കിഴങ്ങുകളും വെട്ടിയുണ്ടാക്കുന്ന അസ്ത്രം, ഇങ്ങനെ നാവിൻ തുമ്പിൽ കൊതിയിറ്റിച്ച് കടന്നു വരുന്ന ഭാഗങ്ങൾ വളരെ ഭംഗിയായി ആവിഷ്കരിച്ചിരിക്കുന്നു. പഴഞ്ചൊല്ലുകളും കുഞ്ഞുനാളിൽ കേട്ട് പരിചയിച്ച കഥകളും കണ്ടുമറന്ന അനുഭവങ്ങളും കോർത്തിണക്കി സമകാലിക വിഷയങ്ങൾ ചേർത്തുവെച്ച് ഓരോ ദിനാചരണങ്ങളും അവയുടെ പ്രാധാന്യവും അഷ്ടമുടിയെ സംരക്ഷിക്കുന്നതിന് ഉതകുന്ന ഡോക്യുമെൻ്ററിയുടെ നിർമ്മാണവും, സ്വന്തം വേരുകൾ തേടിയെത്തിയ വിദേശികളായ ഗ്ലാഡ്സനും മാർഗ്രറ്റും ഈ നോവലിൽ ഉടനീളം നിഴലിച്ചു നിൽക്കുന്നു. കല, സാഹിത്യം, സംഗീതം ഇവ ചേർന്ന സാംസ്കാരിക സമ്പന്നതയാണ് ഭാരതീയൻ എന്ന തിരിച്ചറിവ്. കാലത്തെ അതിജീവിക്കുന്ന സേവസ്തിയും കായലുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. ജീവദായിനിയായ കായലിനു വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചു കാണുമോ എന്ന ചിന്ത ഏറെ ഹൃദ്യമായിട്ടുണ്ട്. കൊലുവ്, കിടുവ, ചാപ്പാട്, പെശര്, മണിക്കാൽ, ഓല, പങ്കായം, വസി, മൂസ്ക് തുടങ്ങിയ അന്യനിന്ന പദങ്ങളും പ്രാദേശിക പദങ്ങളും, പെരുന്നാളുകളും, ചരിത്രം, നിയമങ്ങൾ, കരാറുകൾ, മാധ്യമധർമ്മങ്ങൾ, തിരഞ്ഞെടുപ്പ്, കായൽ കയ്യേറ്റം, തീരദേശ സംരക്ഷണം, ഉത്സവങ്ങളും മറ്റും നാടകവും ഒക്കെ ഈ നോവലിൽ പല ഭാഗത്തും ചിത്രീകരിച്ചിരിക്കുന്നു. ഓരോ നിമിഷവും ഓർക്കപ്പെടുന്ന അലൻ എന്ന കഥാപാത്രവും അവൻ്റെ അറസ്റ്റും ജയിലറകൾ കുറ്റവാളികളുടേത് മാത്രമല്ല ഭരണകൂടത്തിൻ്റെ അധികാര സ്ഥാപനവുമാണെന്ന തിരിച്ചറിവ് നൽകുന്നു. ഭാഷ പോലെ തന്നെയാണ് മനുഷ്യ പ്രകൃതി. പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യരും ഭാഷയും ഉണ്ടാവില്ല. പരിസ്ഥിതി പ്രവർത്തകർ യാചകരാണ്, അധ്യാപകരാണ്, സമരഭടന്മാരാണ്, അതിജീവനത്തിൻ്റെ മഹാകാവ്യ രചയിതാക്കളാണ് എന്ന തിരിച്ചറിവ് നോവൽ പങ്കുവെക്കുന്നു. 19 കായലുകളുടെ ആകെ തുകയാർന്ന വിസ്തൃതിയാണ് അഷ്ടമുടി കായലിൻ്റെ അത്യപൂർവ ജലസമൃദ്ധി. കായൽ രഹസ്യങ്ങളുടെ അത്ഭുത അറയിലേക്ക് കടക്കുന്ന സേവസ്തിയുടെ ഹൃദയത്തിനൊപ്പം ചലിക്കുന്ന നോവലാണ് അറ്റ് 8. പ്രശസ്തരായ കലാകാരന്മാരെ, രാഷ്ട്രീയക്കാരെ, സാഹിത്യകൃതികളെ, സാഹിത്യകാരന്മാരെ ഒക്കെ, ജനകീയ നായകന്മാരെയും ഒക്കെ പരാമർശിക്കുന്നുണ്ട് ഈ നോവലിൽ. ജീവിത തുടുപ്പുകളുടെ ഓർമ്മകൾ കുഞ്ഞു കണമ്പുകളായി ഉള്ളിൻ്റെ ഉള്ളിൽ കുതിച്ചുകൊള്ളുന്ന സേവസ്തി എന്ന മുക്കുവൻ്റെ ചരിത്രവും നമുക്ക് ഈ നോവലിൽ കാണാം.
കമ്മ്യൂണിസ്റ്റുകാരെ മക്രോൺ ചൊല്ലിയ കഥ, പത്രങ്ങളൊന്നും വീട്ടിലെത്താത്ത കാലത്ത് വാർത്തകൾ കേൾക്കാൻ കടകളിൽ ഒത്തുകൂടിയവർ, വായിക്കുന്ന ആളിൻ്റെ മനോധർമ്മമനുസരിച്ച് വാർത്തകളുടെ പുനഃസൃഷ്ടിയും ഉച്ചത്തിലുള്ള പത്രപാരായണവും ഒരു സമര കലാപമാണെന്ന തിരിച്ചറിവും ഈ നോവൽ തരുന്നു. ശക്തമായ പ്രതിഷേധങ്ങളും മൂർച്ചയുള്ള പരിഹാസങ്ങളും ഭരിക്കുന്നവരുടെ അസ്തിത്വത്തെ തുടരണമെന്ന ചിന്തയും നോവൽ പങ്കുവെക്കുന്നുണ്ട്. എല്ലാം നശിച്ചതിനു ശേഷം മാത്രമാണ് പാരിസ്ഥിതിക നിയമങ്ങൾ പ്രായോഗിക തലത്തിൽ വരികയെന്ന ചിന്തയും നോവൽ നമുക്ക് നൽകുന്നു. കളിമൺ ഫാക്ടറിയും അലിൻ്റെ അലൈഡ്, ലക്ഷ്മി സ്റ്റാർച്ച് സിറാമിക്സ് ഫാക്ടറികളും അഷ്ടമുടിക്കായലിനെ മലിനപ്പെടുത്തിയതും ഏറെ പ്രശസ്തമായ കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായ കരിമീനിൻ്റെ വംശനാശവും കുണ്ട്രവിളംബരവും അഷ്ടമുടിയുടെ തീരെ സംഭാവന ചെയ്ത കലാകാരന്മാരെയും എല്ലാം നോവൽ പലയിടത്തും പരാമർശിക്കുന്നുണ്ട്. വർണ്ണനാ പ്രപഞ്ചത്താൽ വിസ്മയം തീർക്കുകയാണ് ഈ നോവൽ എന്ന് പറയാം. വിവിധ സംസ്കാരങ്ങളും ഗോഡ്സെ, ഗാന്ധി, സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയുടെ ഹൃദയത്തിലെ ആഴമുള്ള മുറിവുകളിലൂടെ ഗാന്ധിജിയുടെ രക്തമാണ് ഒഴുകുന്നത് എന്ന കാഴ്ചപ്പാടും ഈ നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നു. കടും മഞ്ഞ സ്വർണ്ണ നിറവും അധിക സ്വാദുമുണ്ടായിരുന്ന പൂവങ്കക്ക, ചിപ്പിക്കക്ക, മുരിങ്ങ, കരിമീൻ, പണക്കാർക്കും പാവപ്പെട്ടർക്കും കണമ്പെന്ന മീൻ വ്യത്യസ്ത പേരിൽ വിലയിൽ നൽകിയ കായൽ. ഇത് മാങ്ങാമണിയൻ, കണമ്പ്, കടത്ത, തോടൻ, കള്ളത്ത, കരിഞ്ചേവി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കണമ്പും അവയുടെ വിലയും. നന്തൽ, കാരൽ, അണ്ടികളി, ചൂട, കല്ലരിപ്പൻ, പനാഞ്ചി, കടിമീൻ, ബ്ലാങ്ക്, ഞണ്ട്, അഷ്ടമുടിയുടെ സ്വന്തമായ കുഴാവലി മത്സ്യവും വിവിധ മത്സ്യവിഭവങ്ങളുടെ ഇന്നത്തെ അവസ്ഥയും മണൽ മോഷണവും ഒക്കെ നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ ബില്ലും മുണ്ടശ്ശേരി മാഷും ആർ ശങ്കറും ചെറിയ തുറയിലെ ഫ്ലോറിയും അന്നത്തെ മുദ്രാവാക്യവും, പരിസ്ഥിതിയെ സ്നേഹിക്കാതെ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെ നാമൊക്കെ പരസ്പരം സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന കാഴ്ചപ്പാടും പ്രകൃതിയുടെ നിസ്സാരമായ ഭാഗം മാത്രമാണ് മനുഷ്യർ എന്ന ചിന്തയും നോവൽ പറയുന്നുണ്ട്. തൊഴിലന്വേഷകരുടെ, അതായത് സിംഗപ്പൂർ, സിലോൺ, മലേഷ്യ, ലണ്ടൻ, ഭിലായ് യാത്രകളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും ഒന്ന് ഒഴുകിമറിയാൻ ആഗ്രഹിച്ചു പോകുന്ന മനസ്സുമായി നടക്കുന്ന മനുഷ്യരുടെ ചിത്രവും. അഷ്ടമുടി ഒരു വെറും കായലല്ല, ആവാസ വ്യവസ്ഥയുടെ തണ്ണീർത്തടമാണ്, ജീവിതത്തിലേക്ക് ഒഴുകിപ്പിടർന്ന പ്രകൃതിയുടെ രക്തത്തിലെ ഉപ്പ് സ്പർശമെന്നും നോവലിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഓർമ്മകളിലെ വലിയ കെട്ടുവള്ളത്തിൻ്റെ പായ നിവർത്തി ചിന്തകളുടെ കാറ്റിലേറി ഓടി കഥയുടെ പൊരുൾ പങ്കുവെക്കുന്ന സേവസ്തിയുടെ ഉള്ളിൽ കിടക്കുന്ന അതിരില്ലാ കായലും കരയും. ആഴമുള്ളിടത്തേക്ക് നീന്താൻ പഠിപ്പിച്ച് കായലിൻ്റെ ആഴങ്ങളിലേക്ക് ഷൈനും അനിതയും എന്ന കഥാപാത്രങ്ങൾ. ഇത്രനാളും ചുറ്റിപ്പുടർന്നിട്ട് മനുഷ്യരുടെ കരിങ്കലിനേക്കാൾ കഠിനമായ മനസ്സ് നനയ്ക്കുവാനായില്ലല്ലോ എന്ന ചിന്ത വരയായി പടർന്ന കായൽ. മുടിയെട്ടും ചേർത്ത് കെട്ടിയ കുരീപ്പുഴ ജനകീയ കവി കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ കവിത കേട്ട് തരളിതയായ കായലും, മനുഷ്യ മനസ്സിലെ വറ്റാത്ത നനവുകൾക്ക് കാരണഭൂതരായ ജലാശയങ്ങൾ നമ്മൾ ഉരുവായ ഗർഭപാത്രങ്ങൾ തന്നെയാണ് തിരിച്ചറിവും. കായലൊരു തുറന്ന കാരാഗ്രഹവും. ഇംഗ്ലീഷുകാരുടെ പടക്കോപ്പുകളുമായി ചെറുകപ്പലുകൾ കടന്നു വന്നത് കണ്ട് ഭയന്ന് വിറച്ചുറക്കമില്ലാതെ കിടന്ന യൗവനയുക്തയായ കടലോളം ആഴത്തിലേക്ക് ഇറങ്ങിക്കിടന്ന കായലിൻ്റെ പ്രൗഢിയും ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു. മുറിവേറ്റ വേലുത്തമ്പി അഭയം തേടി വന്ന കര ദളവാപുരമായത് എങ്ങനെയെന്നും എഴുതപ്പെടാതെ പോയ ചരിത്രത്തെ വിളിച്ചോതുന്ന മിത്തുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ട നിരവധി കഥകൾ അറ്റൈറ്റിൽ പലയിടത്തും കാണാം. ആത്മബോധത്തിൻ്റെ കടലാഴങ്ങളിലൂടെ മനസ്സുകൊണ്ട് നീന്തുന്ന മത്സ്യങ്ങളായി അഷ്ടമുടി ദേശം വിട്ടുപോയവരാണ് പ്രവാസികളെന്ന കാഴ്ചപ്പാട് നോവൽ പങ്കുവെക്കുന്നു. അഷ്ടമുടി കായലിൻ്റെ പരിസരത്ത് ജീവിക്കുന്നവർക്ക് കായലിൻ്റെ പരിശുദ്ധിയാണ് തങ്ങളുടെ ആരോഗ്യ സ്രോതസ് എന്ന ബോധ്യം ഉണ്ടാക്കേണ്ട ആവശ്യകതയും നോവൽ നമ്മളോട് പറയുന്നുണ്ട്. പണ്ടത്തെ ക്ലബ്ബുകൾ ഇന്ന് പുറത്തേക്ക് വളരാതെ ഉള്ളിലേക്ക് ചുരുങ്ങുന്ന മനുഷ്യരും കുട്ടികളുടെ വളരുന്ന മനസ്സിന് പ്രതീക്ഷ നിറച്ചു നൽകാൻ മരങ്ങൾക്ക് കഴിയുമെന്ന കാഴ്ചപ്പാടും, മരങ്ങളെ സ്നേഹിക്കുന്ന കുഞ്ഞ് പ്രപഞ്ചത്തെ, മാതാപിതാക്കളെ, സഹജീവികളെ സ്നേഹിച്ച് നല്ല മനുഷ്യനായി വളരും എന്ന ചിന്തയും, പണം കൊടുത്താൽ പോലും ഓക്സിജൻ ലഭിക്കാത്ത വിദൂരമല്ലാത്ത കാലത്തിൻ്റെ വിഫലതകളും, ക്രൂശിക്കപ്പെട്ട കാലാവസ്ഥയും, സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും, ഭൂമിയുടെ സൗന്ദര്യം കാണാതെ പോകുന്ന മനുഷ്യർ, കലഹപ്പെടാതെ സമരസപ്പെടാൻ വീട്ടകങ്ങൾ പരുവപ്പെടുന്ന കാലവും, മാലിന്യങ്ങളുടെ വിഷബാധയേറ്റ് ആത്മദുഃഖത്തിൻ്റെ ആഴങ്ങളിൽ നീലിച്ചു കിടക്കുമ്പോഴും മാനുഷിക ദുഃഖങ്ങൾ ഏറ്റുവാങ്ങുന്ന പ്രപഞ്ചത്തെയും നമുക്ക് ഈ നോവൽ കാണാം. കേരളത്തെ പിടിച്ചുലച്ച പ്രളയവും കായൽക്കരയുടെ നെഞ്ചത്ത് ചവിട്ടി എഴുന്നേറ്റ് നിന്ന് വേലിയിറക്കത്തിൻ്റെ ഓളപ്പുറങ്ങളിലേറി കുത്തൊഴുക്കിൻ്റെ ജലപാതയിലൂടെ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് പുണ്യാളക്കള്ളത്തയ്ക്കൊപ്പം ഒരു വലിയ കരിഞ്ചേവി പോലെ കാലത്തിൻ പട്ടുവലകൾ നിരന്തരം ഭേദിച്ചു മുന്നേറുന്ന അജയ്യനായ ചിരഞ്ജീവിയായി ഉപ്പുലവണ സാന്ദ്രമായ ജലഖണ്ഡത്തെ മറ്റൊരു ജലസ്രോതസ്സിന് മുക്കിക്കൊല്ലാൻ കഴിയാതെ കാണാതെ പോകുന്ന സേവസ്തി എന്ന കഥാപാത്രം.
ചരിത്രം, സംസ്കാരം, അഷ്ടമുടിയുടെ തീരത്തെ ജനതയും അവരുടെ ജീവിതവും കാലഘട്ടത്തിൻ്റെ ചരിത്രവും പേറി പരിസ്ഥിതി സംരക്ഷണത്തിന് ചൂണ്ടുപലകയായി കാലാതീതമായി നിൽക്കുന്ന അറ്റൈറ്റ് എന്ന നോവൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പുസ്തക പരിചയം. ശ്രീ ജോസ് ആൻ്റണി കുരീപ്പുഴ രചിച്ച അറ്റൈറ്റ് എന്ന നോവൽ ശ്രീമതി മെറീന സ്റ്റീഫൻ അവതരിപ്പിച്ചതാണ്. സാക്ഷാത്കാരം ആശ്രാമം ഭാസി, ഗോപൻ നീരാവിൽ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്.